പലരും പറയുന്നുണ്ട് ഞങ്ങൾ IVF ചെയ്തു ബേബി ആകാഞ്ഞിട്ട്. എന്താണ് ഈ IVF എന്ന് പറഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ശരീരത്തിന് പുറത്ത് എഗ്ഗും സ്പേമും ചേർന്ന് ഒരു കുഞ്ഞിന്റെ സെല്ലായ എംബ്രിയോ ആകാനായിട്ട് അനുവദിക്കുന്നു. ഈ എംബ്രിയോയെ സ്ത്രീയുടെ ശരീരത്തിലേക്ക് വെച്ചു കൊടുത്താൽ അവൾ ഗർഭിണിയാകുന്നു. ഈ ഗർഭിണിയാകാൻ സഹായിക്കുന്ന എഗ്ഗും സ്പേമും ശരീരത്തിന് പുറത്ത് ചേർക്കുന്ന ചികിത്സാ വിധിയെയാണ് IVF എന്ന് പറയുന്നത്. ആർക്കാണ് ഇപ്പോൾ IVF വേണ്ടത്? എഗ്ഗിനോ സ്പേമിനോ ഉണ്ടാകാനായിട്ടുള്ള പോരായ്മയുള്ള ദമ്പതികൾ. സാധാരണ പോലെ മരുന്ന് ചെയ്തിട്ടും ഇവ ശരിക്ക് ഉണ്ടാകുന്നില്ല. ഇങ്ങനെയുള്ളവർക്കാണ് IVFന്റെ ട്രീറ്റ്മെന്റ് ആവശ്യം. സെമൻ അനാലിസിസിൽ സ്പേമിന്റെ എണ്ണം കുറവ്, ചലനശേഷി കുറവ്, അല്ലെങ്കിൽ സീറോ സ്പേം, എന്നാൽ ശരീരത്തിൽ നിന്ന് സ്പേം കിട്ടുന്നുണ്ട് 4ഉം 5ഉം. അങ്ങനെയുള്ളവരുടെ ഈ കുറഞ്ഞ സ്പേം വെച്ച് പ്രഗ്നന്റ് ആകണമെങ്കിൽ നടക്കില്ല. ആ എഗ്ഗ്, ആ സ്പേം സ്ത്രീയുടെ എഗ്ഗ് പുറത്തെടുത്ത് അതുമായിട്ട് ചേരാൻ അനുവദിച്ചാലേ കുഞ്ഞിന്റെ സെല്ല് രൂപം കൊള്ളുകയുള്ളൂ. ഈ കുഞ്ഞിന്റെ സെല്ലിനെ ശരീരത്തിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഗർഭിണിയാകാനായിട്ടുള്ള സാധ്യതയും ഉണ്ട്. അതേപോലെ ചില സ്ത്രീകളിൽ ഓവുലേഷന്റെ കംപ്ലൈന്റ്, PCOD, ഇത് സിവിയർ ആണെങ്കിൽ മരുന്നുകൾ ചെയ്താലും അവർ ഓവുലേറ്റ് ചെയ്യില്ല. എഗ്ഗില്ലാതെ പ്രഗ്നന്റ് ആകില്ലല്ലോ. എന്നാൽ IVF ട്രീറ്റ്മെന്റിന് ചെയ്യുന്ന ലെവലിൽ മരുന്നുകൾ ചെയ്താൽ ഇവരിൽ നിന്ന് നമുക്ക് എഗ്സ് ശരീരത്തിന് പുറത്തേക്ക് എടുക്കാനായിട്ട് കിട്ടും. ഈ എഗ്ഗും സ്പേമും ചേർത്ത് കുഞ്ഞിന്റെ സെല്ലാക്കി ഉള്ളിലേക്ക് വെച്ചാൽ അവരും പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത വരും. മൂന്നാമത്തത്, എഗ്ഗും സ്പേമും എല്ലാം ഉണ്ട്, ബന്ധപ്പെടുന്നുമുണ്ട്, എന്നിട്ടും ദമ്പതികൾ പ്രഗ്നന്റ് ആകുന്നില്ല. കാരണം ഫലോപ്പിയൻ ട്യൂബ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ബ്ലോക്ക്, അല്ലെ എന്തെങ്കിലും ഒരു സർജറി കാരണം യൂട്രസിന്റെ ആ ഭാഗങ്ങളൊക്കെ നീക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് ശരീരത്തിന് പുറത്ത് എഗ്ഗും സ്പേമും ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പ്രഗ്നന്റ് ആകുകയേയില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് IVF ട്രീറ്റ്മെന്റ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് തന്നെ. പിന്നെ വേറെ ഒരു കൂട്ടം ആൾക്കാരുണ്ട്, അവർക്ക് സെമൻ അനാലിസിസ് എല്ലാം നോർമലാണ്, ഓവുലേഷന് യാതൊരു കംപ്ലൈന്റും ഇല്ല, പീരിയഡ്സ് എല്ലാം ഓക്കെ ആണ്, സാധാരണ ലെവൽ ട്രീറ്റ്മെന്റ്സ് 2 വർഷത്തിലേറെയായി നോക്കുന്നുമുണ്ട്, എന്നിട്ടും പ്രഗ്നന്റ് ആകുന്നില്ല. ഗർഭിണിയാകണമെങ്കിൽ എഗ്ഗും സ്പേമും ശരീരത്തിനകത്ത് ചേർന്ന് കുഞ്ഞിന്റെ സെല്ലായി ഗർഭാശയത്തിലേക്ക് പിടിച്ച് പീരിയഡ്സ് തെറ്റണം. ഈ പ്രക്രിയ ശരീരത്തിനകത്ത് നടക്കാൻ തടസ്സമുള്ളത് കൊണ്ട് തന്നെയാണ് അവർ പ്രഗ്നന്റ് ആകാത്തത്. അപ്പൊ ഇതിനെ ബൈപ്പാസ് ചെയ്ത് കൊടുക്കൂ, അവർ പ്രഗ്നന്റ് ആവും.